പ്രസവ ശസ്ത്രക്രിയയെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ ചികിത്സാ പിഴവാണെന്ന് ആരോപിച്ച് മരത്തംകോട് അൽ അമീൻ ആശുപത്രിക്കെതിരെ ബന്ധുക്കൾ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. പഴയന്നൂർ കൂനാമ്പൊറ്റ വീട്ടിൽ അരുണിന്റെ ഭാര്യ 26 വയസ്സുള്ള രമ്യയാണ് മരിച്ചത്. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ജൂൺ 4-നാണ് രമ്യയെ പ്രസവത്തിനായി മരത്തംകോട് അൽ അമീൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ജൂൺ 5 രാത്രി 8:30 രമ്യയെ സിസേറിന് വിധേയമാക്കുകയും ശസ്ത്രക്രിയയിലൂടെ ആൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. 6-ാം തീയതി രാവിലെ രമ്യയുടെ ആരോഗ്യനില വഷളാവുകയും രക്തസമ്മർദ്ദം കുറഞ്ഞ് ഗുരുതരാവസ്ഥയിലായി. തുടർന്ന് തൃശൂർ അമല ആശുപത്രിയിലേക്ക് മാറ്റി. രാത്രി 10:30 മരണം സംഭവിച്ചു. രമ്യ ആരോഗ്യവതിയായിരുന്നുവെന്നും സിസേറിയനിൽ സംഭവിച്ച പിഴവാണ് മരണത്തിനിടയാക്കിയതെന്നും ആരോപിച്ച് ബന്ധുക്കൾ രംഗത്തെത്തി. ശസ്ത്രക്രിയയിൽ രക്തക്കുഴലുകൾ മുറിയുകയും തുടർന്ന് അമിത രക്തസ്രാവമുണ്ടായതുമാണ് മരണത്തിന് കാരണമെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. രമ്യയെ ചികിത്സിച്ച ഡോക്ടർ ആരാണെന്ന് പറയുവാൻ ആശുപത്രി അധികൃതർ തയ്യാറാകുന്നില്ലെന്നും ബന്ധുക്കൾ ആരോപിച്ചു. സമാനമായ രീതിയിൽ നിരവധി പ്രസവാനന്തര മരണങ്ങൾ ഈ ആശുപത്രിയിൽ മുമ്പ് സംഭവിച്ചിട്ടുണ്ടെന്നും സ്വാധീനം ഉപയോഗിച്ച് കേസ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ ഉന്നതതല അന്വേഷണം വേണമെന്നും രമ്യയുടെ ബന്ധുക്കൾ പറയുന്നു. രമ്യച്ചി മരിച്ചുപോയി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ ആകെ ഷോക്കായി. അപ്പൊ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചപ്പോ അമീൻ ഹോസ്പിറ്റലിൽ നിന്നാണ് അവൾ പ്രസവിച്ചത്. കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല, അവൾ തന്നെ അമലയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് മരിച്ചുപോയി എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളത് എന്താ വെച്ചാൽ നമ്മൾ അത് ആൾക്കാരെ അറിയിക്കണ ഒരു കാര്യം ഉണ്ടല്ലോ, അതുകൊണ്ട് നമ്മളത് പറയുന്നു. അവൾക്ക് വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല, പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് സർജറി കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഒരു പ്രശ്നമോ കാര്യങ്ങളോ. ആരാണ് ഈ കുട്ടിയുടെ പ്രസവം അറ്റൻഡ് ചെയ്ത ഡോക്ടർ ഏതാണ്? അതും നമുക്കറിയില്ല. അവിടെ ഏത് ഡോക്ടറെയാണ് അവർ കണ്ടിരുന്നതിനെ കുറിച്ചൊന്നും അറിയില്ല. അപ്പൊ നമ്മളെ അമലയിലേക്ക് കൊണ്ടുപോകാൻ വഴിയിൽ ആണ് കുട്ടി മരിച്ചിരിക്കുന്നത്. അമലയിൽ എത്തിയില്ല. 10 മിനിറ്റ് മുന്നേ എത്തിവെച്ചെങ്കിൽ കുട്ടി രക്ഷപ്പെടുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ആരോപണങ്ങൾ മരത്തംകോട് അൽ അമീൻ ആശുപത്രി അധികൃതർ നിഷേധിച്ചു. ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടില്ലെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സമ്പൂർണ്ണമായി പുറത്തുവന്ന ശേഷം മാത്രമേ മരണം സംബന്ധിച്ച കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടാവുകയുള്ളൂ എന്നും മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് റോഷൻ CCTVയോട് പറഞ്ഞു. ശസ്ത്രക്രിയയ്ക്കിടെ രോഗിക്ക് അപ്രതീക്ഷിതമായി ശ്വാസതടസ്സം ഉണ്ടായതായും ജീവൻ രക്ഷയ്ക്കായി സാധ്യമായതെല്ലാം ചെയ്തിരുന്നതായും അന്വേഷണവുമായി സഹകരിക്കുമെന്നും ഡോക്ടർ മുഹമ്മദ് റോഷൻ വ്യക്തമാക്കി.